കാണിക്കുന്ന വികസനമില്ലായ്മ, മഞ്ചേശ്വരത്തെ AKM അഷ്റഫ് എന്ന ഏകാധിപത്യ ശൈലിയിൽ പോകുന്ന മുസ്ലിം ലീഗിലുള്ള നല്ല ഒരു വിഭാഗം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 2006 എങ്ങനെയാണോ ചെറുക്കളം അബ്ദുള്ളയെ പരാജയപ്പെടുത്തി CH കുഞ്ഞമ്പു ഇവിടെ പിന്നെ ജയിച്ചു കയറിയത്, അതേ രീതിയിൽ 2026 അന്ന് എന്തിനു വേണ്ടിയാണോ BJPയും SDPI ഇന്നേ വരെ എവിടെയും കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു ചരിത്രമില്ല. അപ്പൊ നിങ്ങൾ അവിടെ പിടിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ടുകളാണെങ്കിൽ അത് AKM അഷ്റഫിനും UDFനും ഒരു പാരയാവുകയും അതുവഴി K സുരേന്ദ്രൻ ജയിക്കുകയും ചെയ്യും എന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലില്ല. ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് മാത്രമല്ല പിടിക്കുന്നത്, ഞങ്ങൾ ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും വോട്ട് പിടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല. കാരണം എന്താ, തെരഞ്ഞെടുപ്പിലാണ് മറ്റു കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ തെളിവ് വല്ലതും ഉണ്ടോ കയ്യിൽ? എങ്ങനെ മനസ്സിലാകുന്നില്ല? നിങ്ങൾക്ക് എല്ലാ കമ്മ്യൂണിറ്റിയുടെയും വോട്ടുകൾ കിട്ടി ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം മുന്നോട്ട്? ഞങ്ങൾ ബഡാജ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് നിങ്ങൾ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഞങ്ങൾക്ക് എല്ലാ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം അവിടെ മുസ്ലിം ലീഗും ഞങ്ങളും ചെറിയ 800 വോട്ടിന്റെ ഇതിലാണ് ഞങ്ങൾ 2ാം സ്ഥാനത്തുള്ള. കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്കിൽ ഞങ്ങൾ ജയിച്ചവർ. ഈ പ്രാവശ്യം ഞങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ വോട്ട് അധികം വോട്ടും പിടിച്ചപ്പോൾ നിങ്ങൾ നല്ലപോലെ വോട്ട് പിടിക്കുന്നു. അങ്ങനെ ഒരു പക്ഷേ എങ്ങാനും K സുരേന്ദ്രൻ ജയിച്ചു പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല? അല്ല, K സുരേന്ദ്രൻ ഇവിടെ ജയിക്കൂലെന്ന്. 5 വർഷത്തിനൊരിക്കൽ ഇലക്ഷന് വരുമ്പോ മുഖം കാണിക്കുന്ന K സുരേന്ദ്രൻ എങ്ങനെയാ ജയിക്കുന്നത്? നിങ്ങൾ എന്ത് പറയുന്നത്? K സുരേന്ദ്രൻ ഇവിടെ ഈ ജയിക്കൂല എന്നാ പറയുന്നത്. ജയിച്ചാലും പ്രശ്നമില്ല എന്നല്ല, ജയിക്കൂല. ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ജയിക്കൂലെന്ന്. കാരണം K സുരേന്ദ്രൻ ഇലക്ഷന്റെ 2 മാസം മുമ്പ് മഞ്ചേശ്വരത്ത് വന്ന് നിൽക്കുന്ന ഞങ്ങൾ അങ്ങനെയല്ല. ഈ നാട്ടിൽ ജനിച്ച്, ഈ നാട്ടിൽ വളർന്ന, ഈ നാട്ടിൽ സജീവമായി പൊതുപ്രവർത്തനം നടത്തുന്ന ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും, ഇവിടുത്തെ എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ കമ്മ്യൂണിറ്റിന്റെയും എല്ലാ പ്രശ്നത്തിലും സജീവമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളത്. ആരിക്കാടി സമരത്തിലടക്കം പങ്കെടുത്ത ഒരു സമര നേതാവ് കൂടിയല്ലേ AKM അഷ്റഫ്? ആരിക്കാടി സമരത്തിൽ AKM അഷ്റഫും പങ്കെടുത്തിട്ടുണ്ട്. ആരിക്കാടി സമരത്തിൽ നിങ്ങൾ ആ വിഷ്വൽസ് എല്ലാം നോക്കുന്നെങ്കിൽ ഞങ്ങളും ആ സമരത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കുറെ കാര്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് ഗൂഢാലോചനയിലൂടെ അഷ്റഫും അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സുബൈറും ഞങ്ങളെ പുറത്താക്കിയതാണ് ആ സമരത്തിൽ നിന്ന്. ആ സമരത്തിൽ മുൻപന്തിയിലുണ്ടായവരാണ്. അവിടെ ടോള് വരുന്നു എന്ന് AKM അഷ്റഫ് MLA അടക്കം, MLA പറയുന്നതിന് മുമ്പ്, MLAക്ക് അറിയുന്നതിന് മുമ്പ് MLA വിളിച്ചു പറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ. ശരി, വ്യക്തമാണ്. അപ്പോൾ KM അഷ്റഫും SDPIയും മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു ശ്രീ KM അഷ്റഫ്.